പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാലും രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സുഖവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകുന്ന ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെയും അവിടുന്ന് ശക്തരാക്കണമേ. സ്ഥലത്തിനെയും നാഥായ നയിക്കും. അർഹനായ ദൈവമേ, ഉചിതമാണ് മധുരമാം ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോത്സവേ പണിയുമങ്ങ് പാലകൻ. ഒരു ഗണത്തിലാക്കുമി ചിലറിയും ജനങ്ങളെ. ശാന്തി കാൺമകന്നയും കനിവിയെന്നുരഞ്ഞിരി ഭുവനദുഃഖമുക്തിയും താരകത്തിനൊക്കെയും പേരിടുന്ന പാവനൻ. ഉന്നത പ്രതാപന വാണിടുന്ന പാലകൻ. അഖില ലോകനായകൻ അറിവപൂർണമായവൻ. കാത്തിടുന്നു ദുഷ്ടരെ താങ്ങിടുന്നു ശിഷ്ടരെ. കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശ്വരെ. കിന്നരങ്ങൾ വീട്ടിയ നാമഗീതി പാടിടാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതിഷ്ഠനാകുന്ന അങ്ങയുടെ പുത്രനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യവും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലതിനെയും നാഥായ നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാടിടുവിൻ, പാടിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ജനവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സർവജനായവരുടെ കർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അവയോട് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. അവയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് അങ്ങ് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 23-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, 7-ാം മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാരത്തിരുന്നാളാണ്. ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 8-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം. ഇത് ആഘോഷത്തോടു കൂടിയ സമ്മേളനമാണ്. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുമായ കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണിവ. കർത്താവിൻ്റെ സാപത്തിനും കർത്താവിന് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വാഭിഷ്ട ബലികൾക്കും പുറമെയാണ് ഇവ. 7-ാം മാസം 15-ാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിന് ശേഷം 7 ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ ആചരിക്കണം. ആദ്യ ദിവസവും 8-ാം ദിവസവും സാബത്തായിരിക്കണം. 1-ാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോലകളും ഇലതൂർന്ന ചില്ലകളും ആറ്റരളി കൊമ്പുകളും എടുക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിച്ച് ആഹ്ലാദിക്കണം. വർഷം തോറും 7 ദിവസം കർത്താവിൻ്റെ തിരുനാളായി ആഘോഷിക്കണം. നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത്. 7-ാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചതെന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയുവാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചു. സഹോദരരെ, പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ.
ഇതാ ഞാൻ 3-ാം പ്രാവശ്യം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറായിരിക്കുന്നു. ഞാൻ ഒരു ഭാരമായിരിക്കുകയില്ല. എന്തെന്നാൽ ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളവയെല്ലാം. മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി സ്വയം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും കുറച്ച് മാത്രമാണോ ഞാൻ സ്നേഹിക്കപ്പെടേണ്ടത്? ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്നാൽ നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുക ആയിരുന്നുവെന്ന് നിങ്ങൾ പറയുമായിരിക്കാം. നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു. അവൻ്റെ കൂടെ ആ സഹോദരനെയും അയച്ചു. തീത്തോസ് നിങ്ങളെ വഞ്ചിച്ചില്ലല്ലോ. ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ ചരിച്ചത്? അതേ കാൽപ്പാടുകളിൽ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നുവെന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പരിപോഷണത്തിന് വേണ്ടി ദൈവസമക്ഷം സമസ്തവും മിശിഹായിലാണ് പ്രസംഗിച്ചിരുന്നത്. ഒരു പക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത്? ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുൻപിൽ എളിമപ്പെടുത്തുമോ എന്നും, നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങൾ മുഴുകിയ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും മാനസാന്തരപ്പെടാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നാം ശ്രദ്ധാപുരം നിന്ന് പരിശുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചുവന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ചടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, നിൽക്കനിയണമേ. തന്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ.
ഞാൻ ഈ അഗ്നിജാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്കത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്കുകൾ അവർ കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ളവരെ, സുവിശേഷം ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ്. സുവിശേഷം ആരംഭിക്കുന്നത് ഒരു ധനവാൻ ഉണ്ടായിരുന്നു എന്നാണ്. ധനവാന്റെ പേര് പറയുന്നില്ല, ദരിദ്രന്റെ പേര് പറഞ്ഞു, ലാസർ. സ്വർഗത്തിൽ പോകുന്നവരുടെ ഒക്കെ പേരെഴുതപ്പെടും എന്നാണ് പറയുക. അതുകൊണ്ട് സുവിശേഷം പറയുന്നു, ഇവന്റെ പേര് ലാസർ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, അവന് സ്വർഗത്തിലേക്കാണ്. ധനവാന്റെ പേര് പറയുന്നില്ല, അവൻ നരകത്തിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നവനാണ്. അതങ്ങനെ വന്നു ഭവിച്ചതാണ്. ധനവാൻ എന്ന് പറഞ്ഞാൽ റിച്ച് മാൻ എന്നല്ല. റിച്ച് മാൻ നല്ല വാക്കാണ്, പക്ഷെ ഇവിടെ മണീഡ് മാൻ എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ. പണം സമ്പാദിക്കുന്നവൻ. അല്ലാതെ ഇംഗ്ലീഷിൽ റിച്ച് മാൻ എന്നല്ല, ദാറ്റ്സ് എ വെരി ഗുഡ് നെയിം. പക്ഷെ ഇവിടെ മണീഡ് മാൻ, പണം സമ്പാദിക്കുന്നവൻ. അവൻ്റെ വിശേഷണങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. അവൻ ചുമന്ന പട്ടാണ് ധരിച്ചിരിക്കുന്നത്. ചുമന്ന പട്ടിൽ ഇംഗ്ലീഷിൽ പർപ്പിൾ കളേഡ്. മെഡിറ്ററേനിയൻ സീയിലുള്ള ജെല്ലി ഫിഷിൻ്റെ വളരെ റയറായിട്ടുള്ള ജെല്ലി ഫിഷിൻ്റെ ചായക്കൂട്ടെടുത്ത് വളരെ വിലയേറിയ ഒരു ചുമന്ന പട്ടാണത്. അത്ര അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ചുമന്ന പട്ടാണ് അവൻ മേലങ്കയണിഞ്ഞിരിക്കുന്നത്, ചുമന്ന പട്ട്. പിന്നെ പോരാഞ്ഞിട്ട് മൃദുല വസ്ത്രമാണ്. പിന്നീട് സുവിശേഷം പറയുന്നു, സുഭിക്ഷമാണ് കാര്യങ്ങളൊക്കെ. സുഖലോലുപതയുടെ അടയാളമാണ് സുഭിക്ഷിതത്വം. അപ്പോൾ 3 കാര്യം: ചുമന്ന പട്ട്, മൃദുല വസ്ത്രം, സുഖലോലുപതയുടെ അടയാളമായ സുഭിക്ഷത. എല്ലാ ദിവസവും സുഭിക്ഷമായ ഭക്ഷണം. അവൻ ആരോടും ഒരു ദ്രോഹം ചെയ്തില്ല. അവൻ തൻ്റെ പടിവാതിക്കൽ കാത്തുകിടന്ന ലാസറിനെ ആട്ടിപ്പായിച്ചില്ല, ആട്ടി ഓടിച്ചില്ല. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാനാകുമോ എന്നറിയില്ല. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം കണ്ണുകളടയ്ക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആകെ അടയാളപ്പെടുത്തുന്നത് ദുർബലരോട് കരുണ കാണിക്കണം, ദരിദ്രരോട് നീ കരുതലാകണം. അത് സുവിശേഷ ഗ്രന്ഥത്തിൻ്റെ സാക്ഷ്യമായ അടയാളപ്പെടുത്തലാണ്. ദുർബലരോട് കരുണ കാണിക്കണം, ദരിദ്രരോട് നീ കരുതലാകണം. അവരൻ്റെ സങ്കടങ്ങളോട് നീ സംവദിക്കണം. അവരൻ്റെ സങ്കടങ്ങളോട് സംവദിക്കാത്ത, ദരിദ്രരോട് കരുതലാകാത്ത, ദുർബലരോട് കരുണ കാണിക്കാത്തവർക്ക് സുവിശേഷ വചനം മിഴിപൂട്ടും, കണ്ണുകളടയ്ക്കും. സ്വർഗം അവനെ സ്വീകരിക്കില്ല, സ്വർഗം അവനെ തിരസ്കരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ധനവാൻ നരകത്തിൽ പോയി എന്നതിന് കൃത്യമായ ഉത്തരം സുവിശേഷം തന്നെ പറയുന്നു. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. തോബിത്തിനോട് ദൈവം
അവന്റെ കാതുകളിൽ പറയുകയാണ്, മകനെ, നീ പാവപ്പെട്ടവന്റെ മുഖത്തേക്ക് മുഖം തിരിയരുത്, തിരിഞ്ഞു നോക്കാതിരിക്കരുത്. പാവപ്പെട്ടവന്റെ നേർക്ക് നീ മുഖം തിരിച്ചു കളഞ്ഞാൽ ദൈവം നിന്റെ നേർക്ക് മുഖം തിരിച്ചു കളയും. ഇതാണ് ധനവാന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പടിവാതിൽക്കൽ കിടന്ന ലാസറിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ പോയവന് ദൈവം അവന്റെ മുഖത്തേക്കും നോക്കിയില്ല. ദൈവം വാശി പിടിച്ചു. മനുഷ്യന് ചെയ്യുന്നത് ദൈവത്തിന് ചെയ്യുന്നതാണ്. മനുഷ്യനെ തിരസ്കരിക്കുന്നത് ദൈവത്തിന് തിരസ്കരിക്കുന്നതാണെന്ന് സുവിശേഷം അന്ത്യവിധിയിൽ അടയാളപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ധനവാൻ എന്നേക്കുമായി തിരസ്കരിക്കപ്പെട്ടു. പക്ഷെ അവൻ ചെയ്ത ഒരു നല്ല കാര്യമുണ്ട്. അവൻ നരകത്തിലേക്ക് ചെന്നപ്പോൾ കണ്ണുകൾ ഉയർത്തി. ഭൂമിയിലായിരുന്നപ്പോൾ ഒന്ന് കണ്ണുകൾ ഉയർത്തിയിരുന്നു എങ്കിൽ കണ്ണ് താഴ്ത്താൻ അവന് കഴിയുമായിരുന്നു. ഭൂമിയിൽ അവന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്കും ഉയർത്തിയില്ല, താഴേക്കും നോക്കിയില്ല. ഭൂമിയിൽ വെച്ച് അവനൊന്ന് താഴേക്ക് നോക്കിയിരുന്നെങ്കിൽ അവൻ ലാസറിനെ കാണുമായിരുന്നു. ഒന്ന് മുകളിലേക്ക് നോക്കിയിരുന്നെങ്കിൽ അവൻ ദൈവത്തെ കാണുമായിരുന്നു. ദൈവത്തെ കണ്ടിരുന്നെങ്കിൽ അവൻ സഹോദരനെ കാണുമായിരുന്നു. സഹോദരനെ കണ്ടിരുന്നെങ്കിൽ അവൻ ദൈവത്തെ കാണുമായിരുന്നു. രണ്ടും നടന്നില്ല. അതുകൊണ്ട് സ്വർഗത്തിന്റെ തിരസ്കാരം അവന് ലഭിക്കുകയാണ്. അതാണ് ധനവാന് സംഭവിച്ചത്. ധനവാനോട് അബ്രാഹാം പറയുന്നൊരു വാക്കുണ്ട്, വലിയ ഗർത്തമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഫ്രാൻസിസ് പാപ്പ മെക്സിക്കോ സന്ദർശിച്ചപ്പോൾ ട്രംപ് വിളിച്ചു പറഞ്ഞു, അഭയാർത്ഥികളെ ഇങ്ങോട്ട് കയറ്റില്ല. അതേ സ്ഥലത്ത് നിന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, മതിലുകളല്ല ആവശ്യം, പാലം പണിയണം. മനുഷ്യർ തമ്മിൽ പാലം പണിയണം. ധനവാനും ലാസറും തമ്മിൽ ഒരു പാലം പണിയേണ്ടതായിരുന്നു. ആ പാലം അവൻ പണിതില്ല. അതുകൊണ്ട് വലിയ ഗർത്തം സംഭവിച്ചു. പ്രാചീന കാലം അടയാളപ്പെടുത്തുന്നത് ആകാശത്ത് ദൈവം വസിക്കുന്നു, ഭൂമിയിൽ മനുഷ്യൻ വസിക്കുന്നു. പാതാളം രണ്ട് ഭാഗമായി തിരിച്ചിരിക്കുന്നു. ജലാശയ തടാകമുണ്ട്, അഗ്നി തടാകമുണ്ട്. ജലാശയ തടാകം അബ്രാഹത്തിന്റെ മടിത്തട്ടാണ്. നന്മ ചെയ്യുന്നവർ അബ്രാഹത്തിന്റെ മടിത്തട്ടിലേക്ക്, ഈ ജലാശയത്തിന്റെ തീരത്തിലേക്ക് എടുക്കപ്പെടും. അല്ലാത്തവർ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടും. ഇതാ അഗ്നിനാളങ്ങൾ അവൻ ഏറ്റുവാങ്ങുകയാണ്. അതിന്റെ ചൂടേൽക്കുമ്പോഴാണ് അവൻ ദൈവ തിരുസന്നതിയിലേക്ക് കണ്ണുകൾ ഉയർത്തുക. ജലാശയത്തിലേക്ക് പോകാൻ, ശാന്തിയുടെ തീരത്തേക്ക് പോകാൻ, കഷ്ടതകളില്ലാത്ത ലോകത്തിലേക്ക് പോകാൻ അവന് കഴിഞ്ഞില്ല. പിന്നെ വേദപ്രമാണം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് വേദപുസ്തകം അടയ്ക്കപ്പെട്ടു. അവൻ ചെയ്തത്, അവൻ അടക്കി വെച്ചു, അടച്ചിട്ടു, അടക്കം പറഞ്ഞിരുന്ന് സുഭിക്ഷമായി ജീവിച്ചു. അടച്ചിടുമ്പോ, അടക്കി വെക്കുമ്പോ അംബ്രോസ് പുണ്യവാളൻ പറയും, ബേസിൽ പുണ്യവാളൻ പറഞ്ഞു വെച്ചിരിക്കുന്നു, സഭാപിതാക്കന്മാർ അടക്കി വെച്ചിരിക്കുന്നത് നിന്റെ ചുറ്റുമുള്ള സഹോദരങ്ങളുടേത് കൂടിയാണെന്നുള്ള ഓർമ്മ നിന്റെ മനസ്സിലുണ്ടാകണം. അടക്കി വെച്ചാൽ സുവിശേഷം പറയുന്നു, അവൻ മരണശേഷം അടക്കപ്പെട്ടു. പക്ഷേ മരണത്തിന് മുമ്പിൽ രണ്ടുപേരും തുല്യരായിരുന്നു. മരണത്തിനപ്പുറമാണ് മാനദണ്ഡം. മരണത്തിനപ്പുറത്ത് സ്വർഗം അവനെ തിരസ്കരിച്ചു, നരകം അവനെ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് സുവിശേഷം നമ്മളോട് പറയും, അപരന്റെ സങ്കടങ്ങളോട് സംവദിക്കണം. രണ്ടാമത് സുവിശേഷം നമ്മളോട് പറയും, ദുർബലരോട് കരുണ കാണിക്കണം, ദരിദ്രരോട് നീ കരുതലാകണം. സുവിശേഷം നമ്മളോട് പറയും, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കണ്ണുകൾ ഉയർത്തണം. കണ്ണുകൾ ഉയർത്തിയാൽ കണ്ണുകൾ താഴ്ത്താനുള്ള കൃപ ലഭിക്കും. കണ്ണുയർത്തുന്നവർക്ക് കണ്ണ് താഴ്ത്തുമ്പോൾ സഹോദരങ്ങളിൽ ദൈവത്തിന്റെ മുഖം കാണാൻ കണ്ണിൽ കറപുരളാത്ത കാരുണ്യമുണ്ടാകും. വിശക്കുന്നവന്റെ മുമ്പിൽ അപ്പമായും അന്നമായും, ദാഹിക്കുന്നവന്റെ മുമ്പിൽ ദാഹജലമായും, രോഗിക്ക് മുമ്പിൽ മരുന്നായും ആശ്വാസമായും, പരദേശിക്ക് മുമ്പിൽ തണലായും, തടങ്കിലാക്കപ്പെട്ടിരുന്നവന്റെ മുമ്പിൽ സാന്നിധ്യമായും മാറാൻ കഴിഞ്ഞാൽ സ്വർഗം നമുക്ക് സ്വന്തം എന്നാണ് സുവിശേഷം അടയാളപ്പെടുത്തുക. ഇത് ധനവാന്റെ കഥ. ലാസറിന്റെ കഥയോ? ലാസർ എന്ന വാക്കിനർത്ഥം എലിയാസർ എന്ന വാക്ക്, ഹീബ്രു വാക്കിനർത്ഥം ദൈവസഹായം. പേരിൽ ദൈവസഹായമുണ്ട്. പക്ഷെ ഒരു സഹായവുമില്ലാതെ, പടിവാതിക്കൽ പഴി പറയാതെ, ആരോടും പഴിയില്ല, പരിഭവമില്ല,
ആ പടിവാതിക്കൽ ഇങ്ങനെ കിടക്കുകയാണ്. ആകെ കൂട്ട് ധനവാനാണ്. ധനവാൻ കൊടുത്തിട്ടുമില്ല. പിന്നീടുള്ള കൂട്ട് ആ നായ്ക്കളാണ്. നായ്ക്കൾ അവൻ്റെ വ്രണം നക്കുമ്പോൾ കിട്ടുന്ന ഒരാശ്വാസം മാത്രമാണ് അവൻ ആകെ കൂട്ടുകാരുണ്ടായിരുന്നത്. അവൻ ഈ ലോകം എറിഞ്ഞുകൊടുത്ത കഷ്ടപ്പാടിൻ്റെ മുമ്പിൽ, കഷ്ടപ്പെടുത്തുന്ന തൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് മുമ്പിൽ കഷ്ടപ്പെടുമ്പോഴും കരിഞ്ഞു പോകാതെ കാരുണ്യത്തിന് വേണ്ടി കരുത്താർജിച്ച് അവനിങ്ങനെ പടിവാതിക്കൽ കാത്തുകിടക്കുമ്പോൾ മരണം അവന്റെ മുമ്പിൽ വന്ന് ശിരസ് നമിച്ചു. സ്വർഗം തലകുനിച്ചു. സ്വർഗ സൗഭാഗ്യങ്ങൾ ഏറ്റുവാങ്ങാൻ ശാന്തിയുടെ തീരത്തേക്ക്, കഷ്ടപ്പാടില്ലാത്ത ലോകത്തേക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഈ ലോകം എറിഞ്ഞുകൊടുത്ത കഷ്ടപ്പാടിൽ നിന്ന് നേടിയ കരുത്തുമായി കാരുണ്യത്തിന്റെ ദൈവം അവനെ മാലാഖമാരെ അയച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പടിവാതിക്കൽ കിടക്കുമ്പോഴും, പടിവാതിക്കൽ കിടന്ന നായ്ക്കൾ വ്രണം നക്കുമ്പോഴും പരിഭവമില്ല, പഴിചാരലില്ല. എന്തൊരു നല്ല മനസ്സ്! ദൈവം അവനെ ദൈവത്തിൻ്റെ പക്കലേക്ക് കൊട്ടിക്കൊണ്ടുപോയി. സുവിശേഷം നമ്മോട് പറയുന്നു, ആരോടും പഴി പറയരുത്, ആരെയും പഴിചാരരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായ നിമിഷങ്ങളിലൊക്കെ ദൈവം കൂട്ടിനുണ്ടാകും എന്ന് ദൈവം ഓർമ്മപ്പെടുത്തുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പ കുട്ടികളിങ്ങനെ നിൽക്കുകയാണ്. 2 ചോക്ലേറ്റ് എടുത്തിട്ട് പറഞ്ഞു, ഒരു കുട്ടിക്ക് ചോക്ലേറ്റ് ഇല്ലാതെ നിൽക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കുട്ടി ചാടി പറഞ്ഞു, എൻ്റെ 2 ചോക്ലേറ്റിൽ 1 ചോക്ലേറ്റ് ഞാൻ അവന് കൊടുക്കും. പക്ഷെ 1 ചോക്ലേറ്റ് മാത്രമാണ് ഉണ്ടെങ്കിലോ, അവൻ പറഞ്ഞു, അത് ഞാൻ പകുത്ത് കൊടുക്കും, പങ്കുവെച്ച് കൊടുക്കും, പകുതി അവന് കൊടുക്കും. മാർപ്പാപ്പ പറഞ്ഞു, പങ്കുവെക്കുന്നതാണ് സുവിശേഷം. പങ്കുവെക്കാൻ ഉള്ള ഓർമ്മയാണ് ഇന്നത്തെ സുവിശേഷം. പങ്കുവെക്കുന്നവർക്ക് ദൈവത്തിൻ്റെ തിരുനടയിൽ ദൈവം പങ്കുമായി കാത്തിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ഇന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ അങ്ങയുടെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുദിനത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും അങ്ങയുടെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോട് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് അങ്ങയുടെ ജനത്തിന് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയെയും മാർ ആന്റണി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരീക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവിളിക്കനുസൃതമായ സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തോബിയത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. പാപങ്ങളുടെ നേർക്ക് നീ മുഖം തിരിക്കരുത്, ദൈവവും നിന്റെ നേർക്ക് മുഖം തിരിക്കും. ധനവാനായ മനുഷ്യന് പറ്റിയത് അവരുടെ സങ്കടങ്ങളോട് അവൻ സമ്മതിച്ചില്ല. ദുർബലരോട് കരുണ കാണിച്ചില്ല, ദരിദ്രരോട് കരുതലായില്ല.
ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയില്ല, താഴേക്കും കണ്ണുകൾ താഴ്ത്തിയില്ല. ദൈവമേ, ഞങ്ങൾ തിരിച്ചറിയുന്നു, ലാസർ അവൻ്റെ ജീവിതം ഒരിക്കലും ആരോടും പഴി പറയാത്ത, പഴിചാരാത്ത ജീവിതമായിരുന്നു. കാലം കൊടുത്ത കഷ്ടപ്പാടുകളിലും കരുത്തു പോകാതെ കരുത്താർജിച്ച് കാരുണ്യത്തിന് വേണ്ടി കാത്തുകിടന്നപ്പോൾ സ്വർഗം അവൻ്റെ മുമ്പിൽ തലകുനിച്ചു. ശാന്തിയുടെ തീരം സ്വർഗം അവന് സ്വന്തമായി. ദൈവമേ, കണ്ടുമുട്ടുന്ന മുഖങ്ങളിലൊക്കെ നിന്റെ മുഖം കാണുവാൻ ഞങ്ങളിലും കാരുണ്യം നിറയ്ക്കണമേ. അവരുടെ സങ്കടങ്ങളോട് സംവദിക്കുവാൻ കൃപ ചൊരിയണമേ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗവും നരകവും നിശ്ചയിക്കപ്പെടുന്നത് അവനവൻ്റെ പ്രവൃത്തികളിലൂടെയാണെന്ന് തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ഈ ഭൂമിയിലാകുമ്പോൾ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി, സഹോദരങ്ങളുടെ കണ്ണുകൾ താഴ്ത്തി അവരിൽ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ കൃപ നൽകണമേ. സ്ഥലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുകയും ചെയ്യട്ടെ. ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അർപ്പിക്കുകയും തലപ്പെട്ട അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, കൽപ്പനയനുസരിച്ച് മൂത്തുവിനുമായ രണ്ടാമത്തെ ആഗമനം വരെ പരിശുദ്ധ ബലിപീഠത്തിന്മേൽ സുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയൂസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികളുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവ് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബാൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും എത്തിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ
ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസായും ശരീരത്തിന് ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. കുർബാനയുടെ കരകൾ വഴി പൂർത്തിയാകുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ശക്തനായ ദൈവമേ, അവിടെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സമൃദ്ധമായ കൃപകളെ കുറിച്ച് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പ്രിയപുത്രന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ അർപ്പകരാകുവാൻ പാപികളായിരുന്നു ഞങ്ങളെ അവിടുന്ന് സ്നേഹാദ്രകത്താൽ യോഗ്യരാക്കി അവിടുന്ന് നൽകുന്ന ദിവദാനം ഉറച്ച വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി അങ്ങയുടെ തിരുമുമ്പാകെ അർപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരനെയും വിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായും യുക്തവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സ്നേഹപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ സ്വയം മരണത്തിനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്കു കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച്
ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ ഈശോയെ ദൈവമേ, എന്റെ ഈശോയെ ദൈവമേ, എന്റെ കർത്താവേ ദൈവമേ. പ്രകാരം തന്നെ കാസയമെടുത്തു കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. എന്റെ ഈശോയെ ദൈവമേ, എന്റെ ഈശോയെ ദൈവമേ, എന്റെ കർത്താവേ ദൈവമേ. അരുളി ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. ആവേശകനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമാർ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവ് ധ്രുവദാദൃഷ്ടമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സൃഷ്ടിപത്രാപരതയ്ക്ക് വേണ്ടിയും മറാഠി പത്രാപരതയ്ക്ക് വേണ്ടിയും മറ്റെല്ലാ രൂപതാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധയിൽ നിധിപൂർവ്വം ജീവിച്ച എല്ലാ മക്കൾക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയില്ല മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തുകൊണ്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിന് വേണ്ടിയും ദൈവമേ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ദൂരദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയും അവരുടെ സൗഖ്യത്തിന് വേണ്ടിയും പകർച്ചവ്യാധി മൂലം ഞങ്ങൾക്ക് ചുറ്റും വേദന അനുഭവിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും അവരുടെ സൗഖ്യത്തിന് വേണ്ടിയും ആതുര ശുശ്രൂഷ രംഗത്തെ സമർപ്പണ ബുദ്ധിയോടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നിയോഗങ്ങൾക്ക് വേണ്ടിയും ദൈവമേ, ഈ വിശുദ്ധ ബലിയിൽ ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയും അവരുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ദൈവമേ, ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവോ അവർക്കെല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ ഔസേപിതാവിന്റെയും മാധ്യസ്ഥം തന്ന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയും ദൈവകരുണയുടെ ആശീർവാദവും അനുഗ്രഹവും തന്ന് മാരകമായ എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും എന്നും എപ്പോഴും അങ്ങയുടെ കൃപയാൽ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും ദൈവമേ, അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും സമർപ്പിക്കുന്ന എല്ലാ എളിയ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരും പാപികളുമായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ഇപ്പോൾ അവിടെ നിന്ന് ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്കെന്നും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രലപനത്യാശയ്ക്കും അങ്ങയെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ തിരുനാമത്തിനെന്നും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്ന എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ തിരുനാമത്തിനെന്നും സ്തുതിയും നാഥനാങ്ങേക്കെന്നും ആരാധനയും ഉണ്ടായിരിക്കട്ടെ.
സജീവവും ജീവദായകവുമായ ഇപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതാലും കലഹങ്ങളും വെടിഞ്ഞ് നിർമ്മനസാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. സർവശക്തനായ ദൈവമേ, അങ്ങേ മക്കളായ ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാലിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർക്കൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാതെ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ദൈവത്തിന്റെ ജീവനുള്ള കുഞ്ഞാടിൻ ചുറ്റും നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. വിശ്വാസത്തിൽ
ഞങ്ങൾ സ്വീകരിക്കുകയും അവിടത്തേക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജപിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമർപ്പിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കരുണയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ദൈവമേങ്ങളുടെ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുക. എല്ലാ നാളുകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദിവ്യവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ഞങ്ങളെ അങ്ങയെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സകലത്തെയും പവിത്രീകരിക്കുന്ന മൂല്യമായ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ചാരം അങ്ങയുടെ കാരുണ്യാദ്രകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും അങ്ങയുടെ സന്നദ്ധയിൽ പ്രതികളുമാവിധ വർദ്ധിച്ചെല്ലാവരോടും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിന് കാരണമാകട്ടെ. സ്ഥലത്തിന്റെയും നാഥായ നയിക്കും. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് യേശുമിശിഹാ വഴിയിൽ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സ്വർഗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. തന്റെ ജീവദായകമായ സുവിശേഷം വഴി തന്റെ ശിക്ഷകടത്തോട് അരുൾ ചെയ്തു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധിയുണ്ടാകില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും.
ഈ കുർബാനയിൽ പങ്കുകൊണ്ട നമ്മുടെ സമൂഹത്തെ തന്റെ വാഗ്ദാനമനുസരിച്ച് മിശിഹാ സംരക്ഷിക്കട്ടെ. പരിശുദ്ധവും ജീവനായകവും ദിവ്യവുമായ രഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് സന്തുഷ്ടരായ നമ്മെ കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ സംരക്ഷിക്കട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ. ദൈവകരുണയുടെ ആശീർവാദം നൽകി മാരകമായ എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അവിടുന്ന് കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലപീഠമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ചതിനും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ ഒരു മൂല്യം അറിഞ്ഞുകൂടാ. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.